ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരമാണ് വർണ്ണിക്കുന്നത്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ പ്രത്യേക ഒരു കൗതുകമുണ്ട്. കാരണം ഇന്നിത്തിരി ഗൗരവക്കാരനായിട്ടാണ്. അച്ഛനെ പോലെ വലിയ ആളായി എന്നൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. പാവും മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് ആൾ നിൽക്കുന്നത്. വെള്ളപ്പാവും മുണ്ടുടുത്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്. കുട്ടികളിങ്ങനെ അച്ഛൻ്റെ ഒക്കെ പോലുള്ള കാണിക്കുമ്പോൾ നമുക്കൊരു കൗതുകം കൂടുതൽ തോന്നില്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമാണ് കാണാനൊക്കെ, നല്ല അഴകാണ്. കാലിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്, വെള്ളപ്പാവുമുണ്ട് ഉടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചുവന്ന മുണ്ട് പാവുമുണ്ട് വെച്ച് അരയിൽ കെട്ടിയിട്ടുണ്ട്. കഴുത്തിൽ മാങ്ങാമാല, പതക്കം പോലൊരു മാലയും, കഴുത്തിനോട് ചേർന്ന് വളയം പോലൊരു മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകളും തോൾവളകളും ചാർത്തിയിട്ടുണ്ട്. ഇടത് കയ്യിൽ ഓടക്കുഴലും വലത് കയ്യിൽ താമരപ്പൂവും പിടിച്ചിട്ടാണ് പൊന്നുണ്ണി ശ്രീലകത്തിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. എന്ത് ഭംഗിയാണ്! ഒരു കയ്യിൽ താമരപ്പൂവും മറു കയ്യിൽ പൊന്നോടക്കുഴലും ഒക്കെ പിടിച്ചിട്ട് പാവുമുണ്ടൊക്കെ ഉടുത്ത് വലിയ വലിയ ഗൗരവക്കാരനായിട്ട് നിൽക്കുകയാണ്. പാവുമുണ്ട് ഉരിഞ്ഞു പോകാതെ, വെള്ളപ്പാവുമുണ്ട് ഉരിഞ്ഞു പോകാതിരിക്കാൻ ചുവന്ന പാവുമുണ്ട് വെച്ച് വട്ടത്തിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്താ രസം കാണാൻ! അതിന് മുകളിൽ കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിന് മുകളിൽ തിരുമുടി മാലകളുണ്ട്, ഉണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട്. നന്ദ്യാർ വട്ടപ്പൂവ് കൊണ്ടും മാത്രമായിട്ട് ഒരെണ്ണവും, തെച്ചിയും തുളസിയും ചേർന്ന ഒരെണ്ണവും, ഉണ്ട മാലകളും താമരപ്പൂ കൊണ്ട് ഒരെണ്ണവും, വെളുത്ത പൂവും തുളസിയും ചേർന്ന ഒരെണ്ണവും, വിധാനമായ തുളസി മാത്രമായ 3 എണ്ണവും, തെച്ചിയും തുളസിയും ചേർന്ന് ഒരെണ്ണവും, വെളുത്ത പൂവ് മാത്രമായ ഒരെണ്ണവും, അങ്ങനെ നിറയെ വിധാനമായിട്ടുള്ള മാലകളും ഉണ്ടമാലകളും ഒക്കെ കൊണ്ട് എന്താ ഭംഗി! തിരുമുടി മാലകളൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയിലിങ്ങനെ ശ്രീലകം നിറഞ്ഞ് നിൽക്കുകയാണ് പൊന്നുണ്ണി. എന്താ ചന്തം, മതിയാവുന്നില്ല. ഗൗരവക്കാരനായിട്ട് അച്ഛനെ പോലെ വലിയ ആളായിട്ട് വെള്ളപ്പാവുമുണ്ടൊക്കെ ഉടുത്ത് വലിയ ആളായിട്ട് നിൽക്കുക. അപ്പോഴും വികൃതിക്ക് കുറവൊന്നുമില്ല. കയ്യിലൊരു താമരപ്പൂവുണ്ട്, ഓടക്കുഴലും ഒക്കെ പിടിച്ചിട്ട്. നമുക്ക് മാനസപൂജ ചെയ്യാം. ആ പൊൻപാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് നെയ്ദീപം കൊണ്ട് ആരതി ഒഴിഞ്ഞ്, കർപ്പൂരാരതി ഒഴിഞ്ഞ്, ദീപധൂപ ആരതി ഒഴിഞ്ഞ് ഭഗവാനെ അടിമുടി നമുക്ക് ആരാധിക്കാം. ഭഗവാൻ അങ്ങോട്ട് നിറഞ്ഞ് നിൽക്കുന്ന, ശ്രീലകം നിറഞ്ഞ് നിൽക്കുന്ന ഭഗവാനെ നമ്മുടെ മനസ്സാകുന്ന ശ്രീലകത്തിലോട്ട് പ്രതിഷ്ഠിച്ചിട്ട് ആ പാദത്തിൽ നെയ്ദീപം കൊണ്ട് ആരതി ഒഴിഞ്ഞ്, അടിമുടി ആരതി ഒഴിഞ്ഞ്, ധൂപ ആരതി ഒഴിഞ്ഞ്, കർപ്പൂരാരതി ഒഴിഞ്ഞ്, പൂക്കൾ സമർപ്പിച്ച്, ഭക്ഷണം കൊടുത്ത്, പൊന്നുണ്ണിയെ ഒരുക്കിയതാരാ, ഊട്ടിയതാരാ, ഉറക്കുന്നതാരാ, എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശ്രീലകത്തിരിക്കുന്ന പൊന്നുണ്ണിയെ നമ്മൾ ഒരുക്കി നിർത്തി. കയ്യിലൊരു താമരപ്പൂവൊക്കെ കൊടുത്തിട്ടുണ്ട്, ഓടക്കുഴലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. സ്വർണ്ണ ഗോപി ചാർത്തിയിട്ടുണ്ട്, ചെവിപ്പൂക്കൾ മാലകളൊക്കെ ചാർത്തി നമ്മളിങ്ങനെ നമ്മുടെ ഭഗവാനെ ശ്രീലകത്തിങ്ങനെ കുളിപ്പിച്ചൊരുക്കി വയറൊക്കെ നിറച്ച് ഗൗരവക്കാരനായിട്ട് അങ്ങോട്ട് നിർത്തിയിരിക്കുകയാണ് ഇന്ന്. ഇതിലും പരം എന്തുണ്ട്? കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ.